ഒരു കല്യാണം കഴിക്കാൻ ഓഡിറ്റോറിയത്തിൽ എനിക്ക് പെട്ടെന്ന് കല്യാണം കഴിക്കാൻ തോന്നുന്നു. അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കാൻ പോവാണ്. ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. അങ്ങനെ സച്ചുവിൻ്റെ കല്യാണത്തിൻ്റെ രണ്ടാമത്തെ ദിവസമാട്ടോ ഇത്. ലാസ്റ്റത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാനൊരു 1 വീക്ക് മുന്നേ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കല്യാണത്തിൻ്റെ മൈലാഞ്ചി ഇടൽ ഫംഗ്ഷൻ്റെ വീഡിയോ കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇത് നമ്മുടെ മൈലാഞ്ചി, അതായത് കല്യാണ തലേന്നാട്ടോ. ഇത് അന്നത്തെ ദിവസം ഒരു വൈകുന്നേരത്തോടടുപ്പിച്ചുള്ള കാര്യങ്ങളൊക്കെ ആട്ടോ. വീട്ടിലാണെങ്കിലും ബന്ധുക്കളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഞാനും സച്ചുവൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണം ആയതുകൊണ്ട് തന്നെ ആമസോണിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഡോട്ട് ആൻഡ് കീയുടെ ഫേസ് വാഷ് വാങ്ങി, അതുപോലെ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഐബ്രോ പാലറ്റും അതുപോലെ ഒരു മേക്കപ്പ് ഫിക്സറും വാങ്ങിയിട്ടുണ്ട്. പിന്നെ വാങ്ങിയിട്ടുള്ളത് മാമാർത്തിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക് ആട്ടോ ഇത്. പിന്നെ അവസാനമായിട്ട് മേബലിൻ്റെ ഒരു കൺസീലറും കൂടെ വാങ്ങിയിട്ടുണ്ട്. ആമസോണിലാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര സെയിലൊക്കെ നടക്കുകയാണ്. സോ ഈ ലിങ്ക്സ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക്. നല്ല ഓഫറിലെ പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിക്കോട്ടോ. അങ്ങനെ ഗൈസ് ഡേ 2 കല്യാണ പെണ്ണൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും റെഡിയായി. നമ്മളിത് വീഡിയോ എടുക്കാൻ കുറച്ച് ലേറ്റായി. ഇവിടെ മേലെ ആണെങ്കിൽ ഫോട്ടോഷൂട്ട് എടുക്കാം കേട്ടോ. സച്ചുവിൻ്റെ പല ആംഗിളിൽ പല രീതിയിലുള്ള അടിപൊളി ഫോട്ടോസൊക്കെ ഇവിടെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. KGN മീഡിയ ആട്ടോ വീഡിയോഗ്രാഫി ആൻഡ് ഫോട്ടോഗ്രാഫി ഉണ്ടായിരുന്നത്. ഞങ്ങളൊക്കെ ഇവിടെ ഒരുങ്ങിയിട്ട് സച്ചു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്നെ ഒരുക്കി തന്നിട്ടുള്ളത് സച്ചുവിൻ്റെ ഫ്രണ്ടായിരുന്നു കേട്ടോ, ഷാമി എന്ന് പറഞ്ഞ്. അവൾ തന്നെയാണ് സച്ചുവിനെ ഒരുക്കിയിട്ടുള്ളത്. ഇത് ഫുൾ എല്ലാവരും ബ്ലാക്ക് ആണ് കേട്ടോ. എല്ലാവരും ബ്ലാക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് ബ്ലാക്ക് ഇട്ടവരൊക്കെ ഒന്ന് കൈമൊക്കെ കാണിക്കും. എല്ലാവരും ബാക്കിയുള്ളവർ നമ്മൾ ഓഡിറ്റോറിയത്തിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. നമ്മളിനി കുറച്ച് പേര് മാത്രമേ ഇവിടെ ഉള്ളൂ. നമ്മളിപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് സ്ഥലത്തുണ്ട്. ഇവിടെ വെച്ചിട്ടല്ല, ഓഡിറ്റോറിയത്തിലാണ്. അങ്ങനെ ഇവിടെ ഓൾ സെറ്റ് ആയിട്ടാ നമ്മൾ നേരെ ഇതാ ഓഡിറ്റോറിയത്തിൽ പോവാണ്. ഇത് ആരെയും നിക്കണ ആള് കുറച്ച് ഓവറായല്ലോ. എന്റെ കല്യാണം അല്ലേ, കുറച്ച് ഓവറായിക്കോ, കുഴപ്പമില്ല. ബാക്കി എല്ലാവരും ഇവിടെ ബ്ലാക്ക് ആണ്. ഇവിടെ മാത്രം ബ്ലാക്ക് അല്ല, ബാക്കി എല്ലാവരും ബ്ലാക്ക് ആണ്. ഞങ്ങൾ അങ്ങനെ ഇറക്കാട്ടെ. ഞങ്ങൾ രണ്ടാളും ഇന്ന് ഒരേപോലെ ചുരിദാറൊക്കെ ഇട്ടിട്ടാണ്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എക്സ്പീരിയൻസ്? ഇന്നത്തെ മേക്കപ്പ് എക്സ്പീരിയൻസ് അടിപൊളി. കണ്ടിട്ടില്ല. This is our cousin Ajmal. Introduce say. I am coming from. I am introvert. ഇവനെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഇവ ഹായ്. ഇവിടെ ഓഡിറ്റോറിയത്തിലാണെങ്കിൽ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ വരാനായിട്ട്. ഞങ്ങളവിടെ ഫോട്ടോ എടുത്തുകൊണ്ട് അങ്ങനെ കുറച്ചൊന്ന് ലേറ്റ് ആയതാണ്. വന്നു കഴിഞ്ഞിട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു എൻട്രി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കയറാണ്ട് ഒന്ന് കുറച്ച് നേരം പുറത്ത് നിൽക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് മ്യൂസിക്കൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായത്. നമ്മുടെ ഇന്നത്തെ ഡ്രസ് കോഡ് എന്ന് പറയുന്നത് ബ്ലാക്ക് ആയിരുന്നു കേട്ടോ. സച്ചു ഒഴിച്ച് ബാക്കി എല്ലാവരും ബ്ലാക്ക് ആയിരുന്നു ഇട്ടിട്ടുണ്ടായത്. പക്ഷെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ബ്ലാക്ക് ഇട്ട് വന്നിട്ടുണ്ടായേ. സാധാരണ ആരെങ്കിലൊക്കെ ഇങ്ങനെ അലമ്പ് കാണിക്കാറുള്ളതാണ്. പക്ഷെ ഇന്ന് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബ്ലാക്ക് ഒക്കെ ഇട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായേ. അപ്പോ നമ്മുടെ ബ്യൂട്ടിഫുൾ ഗോർജിയസ് ബ്രൈഡ് സുഹൈല നൂറിന്റെ മെഹന്തി സെറമണിയിലേക്ക് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ എല്ലാവരും സ്റ്റേജിൽ കയറിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഒന്നിച്ചൊരു ഫോട്ടോ എന്ന് പറയുന്നത് എൻ്റെ കല്യാണത്തിന് എടുത്തിട്ടുള്ളതാന്ന് തോന്നിട്ടോ. അന്ന് ഇവ ഇല്ല, എന്നാലും ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്നിച്ചുള്ളൊരു ഫോട്ടോ ലാസ്റ്റ് ഉള്ളത് എൻ്റെ കല്യാണത്തിനല്ല. എൻ്റെ കല്യാണത്തിന് അങ്ങനത്തെ ഒരു ഫോട്ടോ തന്നെ എടുത്തിട്ടില്ല കേട്ടോ. കാരണം അന്നത്തെ തിരക്കിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഒരു ഫോട്ടോ എടുക്കുന്ന കാര്യം പോലും ആർക്കും ഓർമ്മയുണ്ടായില്ല. അപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോ എടുക്കണം നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കല്യാണത്തിനെങ്കിലും അങ്ങനെ ഒന്നിച്ചൊക്കെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അത് ഓരോരോ ഫാമിലീസൊക്കെ കയറി ഇറങ്ങി എല്ലാവരും ഫോട്ടോ എടുക്കുകയാണ്. ശരിക്കും നമുക്ക് നമ്മുടെ കല്യാണം വരുമ്പോൾ പകുതി കാര്യങ്ങൾ നമുക്ക് മറന്നു പോകട്ടോ.
ഓരോന്നൊക്കെ പ്ലാൻ ചെയ്യും, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാലും സമയം എത്തിക്കഴിയുമ്പം ആ ഒരു തിരക്കിൻ്റെ ഇടയ്ക്ക് എല്ലാം വിട്ടുപോകും. പക്ഷെ ഒരു കല്യാണം എന്ന് പറയുമ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ച് വരുമ്പം നമുക്ക് എല്ലാവരോടും ഓടി നടന്ന് സംസാരിക്കാനായിട്ടുള്ള നേരമൊന്നും കിട്ടുന്നുണ്ടായില്ലേ. ഞാനാണെങ്കിലും ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ട് എല്ലാവരെയും കണ്ടിട്ട് എനിക്ക് ആരോടും നേരവണ്ണം മിണ്ടാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഒന്നിനും നേരം ഉണ്ടായില്ല, തിരക്കിൻ്റെ ഇടയ്ക്ക് ഓട്ടം തന്നെയായിരുന്നേ. ഇതിപ്പോൾ സച്ചുവിൻ്റെ ഫ്രണ്ട്സ് ആട്ടോ, അവളുടെ കൂടെ +2 പഠിച്ചിട്ടുള്ള ഗ്യാങ് ആണ്. ഇവാമോളുടെയും അതുപോലെ തന്നെ അമാനയുടെയും ഒരു തകർപ്പൻ ഡാൻസ് പെർഫോമൻസ് ആണ്. നിങ്ങൾ നല്ലൊരു വീഡിയോ എടുത്തേ. അങ്ങനെ ഇവക്കുട്ടി അമ്മാനയും കൂടെ അടിപൊളിയായിട്ട് ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടായേ. ഞങ്ങളിത് വേറെ പ്രോഗ്രാംസ് ഒന്നും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല കേട്ടോ. അതായത് പാട്ടോ ഡാൻസോ അങ്ങനെ ഒന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായില്ല. എൻ്റെ കല്യാണത്തിന് ഒപ്പനയൊക്കെ ഉണ്ടായിരുന്നേ. പക്ഷെ അപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പ്രോഗ്രാംസിനൊന്നും നേരം കിട്ടില്ല. അവരുടെ ആ ഒരു പരിപാടി കഴിയുമ്പോൾ തന്നെ ഒരു നേരമാവും. പക്ഷെ അതിലും ആളുകൾ എൻജോയ് ചെയ്യുന്നത് നമ്മൾ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴാണ് തോന്നിയിട്ടോ. അതായത് പുറത്തുനിന്ന് ഒരാളുടെ പ്രോഗ്രാം കാണുന്നതിലും നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആളുകളൊക്കെ കയറിയിട്ട് പെർഫോം ചെയ്യുമ്പോൾ അത് കാണാൻ കുറച്ചുകൂടി രസമല്ലേ. ഇനിയിപ്പോൾ നമ്മൾ മൈലാഞ്ചിയിടൽ ചടങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മച്ചിയും പപ്പ ആയിരുന്നു കേട്ടോ ആദ്യം ഇട്ടിട്ടുണ്ടായത്. പിന്നെ അവരുടെ കൂടെ ഇവായി ഓടി കയറിയിട്ടുണ്ടായിരുന്നു. ഇവാണെങ്കിൽ ഇവാക്കിങ്ങനെ ഷൈൻ ചെയ്യാൻ കിട്ടിയിട്ടുള്ള ഒരു അവസരമാട്ടോ ഇത്. ഇവ കുറേ ആയിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണ്. ഇവ നാട്ടിൽ പോയത് തന്നെ ദീദിയുടെ കല്യാണം കൂടാനെന്നും പറഞ്ഞാണ്. കല്യാണത്തിന് ഡാൻസ് പഠിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാട്ടോ ഇവ പോയിട്ടുണ്ടായത്. അപ്പോൾ ഇവക്ക് മാക്സിമം ഇങ്ങനെ പാട്ട് പാടണം, ഡാൻസ് കളിക്കണം അങ്ങനെയുള്ള ഒരു മൂഡിലായിരുന്നു കേട്ടോ ഇവ ഉണ്ടായേ. ഇതെൻ്റെ ഫ്രണ്ടാട്ടോ ഷെർമി. ഞങ്ങൾ LKG മുതൽ +2 വരെ ഒന്നിച്ചുണ്ടായിരുന്നതാണ്. ഇവളെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ വർത്താനം പറഞ്ഞ് തീരില്ല. കാരണം ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. ഇവിടെ ആണെങ്കിൽ ഫുള്ള് ഒച്ചയും ബഹളമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പറയണേ ഒന്നും വീഡിയോയിൽ കിട്ടുന്നുണ്ടായില്ല. ഇത് ഷെർമിയുടെ ഉമ്മയാണ്. എല്ലാ കല്യാണത്തിനും ഫസ്റ്റ് ഇരിക്കുന്ന ആളാണ് സേവ. കാണട്ടെ മുഖം മൊത്തണ്ട കണ്ട്. എന്താണിത്? എന്താണ് സുഹൈനെ പറ്റി അഭിപ്രായം? ഞങ്ങളുടെ കൂട്ടത്തിൽ ഇത്രയും കല്യാണം കഴിക്കാൻ ഇത്രയും മുട്ടുന്ന വേറൊരാളില്ല. അതാണ് ഇവള്. അവള് കൊറേ നാളായിട്ട് അവളൊന്നും അറിയുന്നില്ല. അതന്നെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇനിയിപ്പോ നമ്മുടെ ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവ ആയിരുന്നു ഫസ്റ്റ് കളിച്ചിട്ടുണ്ടായത്. ഞങ്ങളാണെങ്കിൽ ഡാൻസ് കളിക്കാനായിട്ട് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിലും ഒന്നും പഠിച്ചിട്ടുണ്ടായില്ല കേട്ടോ. പ്രാക്ടീസ് ചെയ്യാനുള്ള നേരം ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല. എന്നാലും വിട്ടുകൊടുക്കൂല എന്നും പറഞ്ഞ് ഞങ്ങളിതാ ഓടി സ്റ്റേജിൽ കയറിയിട്ടുണ്ടേ. ആകെ 2-3 സ്റ്റെപ്പേ പഠിച്ചിട്ടുണ്ടായല്ലോ കേട്ടോ. പക്ഷെ ആ കളിച്ചത് മൊത്തം തെറ്റായിരുന്നേ. അങ്ങനെ കളിയൊക്കെ പകുതിക്ക് വെച്ച് അവസാനിപ്പിച്ച് ഞങ്ങൾ പല വഴിക്ക് ഓടിയിട്ടാ. സച്ചു ആണെങ്കിൽ അവിടെ തലയ്ക്കും കൈ കൊടുത്തിരിപ്പുണ്ടായിരുന്നേ. ഇനി അടുത്തൊരു കോമഡി എന്ന് പറയുന്നത് ഉമ്മച്ചിയുടെ പാട്ടായിരുന്നു കേട്ടോ. ഉമ്മച്ചി ആണെങ്കിൽ കുറേ ദിവസമായിട്ട് ഭയങ്കര പ്രാക്ടീസ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് പഠിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നേ. പക്ഷെ സ്റ്റേജിൽ കയറി കഴിഞ്ഞപ്പം ഉമ്മച്ചിയുടെ പാട്ട് ഒരു വഴിക്കും കരോക്കെ ആണെങ്കിലും വേറെ വഴിക്കും ആട്ടോ പൊക്കോണ്ടിരുന്നത്. ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് ഉമ്മച്ചി പാടിയിട്ടുണ്ടായിരുന്നെങ്കിലും സംഭവം നല്ല കോമഡി ആയിട്ടുണ്ടായേ. ഇവിടെ അഫയാണെങ്കിലും സച്ചുവിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാമായിരുന്നു. അപ്പം ഞാനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ഓടിച്ചെന്നു കേട്ടോ. അഫ എന്നെ ഓടിപ്പിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. ഇവായും കൂടെ ഓടി. പക്ഷെ ഇവാനെയും അതേപോലെ തന്നെ ഓടിപ്പിച്ച് വിട്ടിട്ടാ. അഫയ്ക്ക് അവളുടെ കൂടെ ഒറ്റയ്ക്ക് ഫോട്ടോ വേണമെന്ന് പറഞ്ഞ് ഞങ്ങളൊന്നും അടുപ്പിച്ചിട്ടുണ്ടായില്ലേ.
ഈ ഫോട്ടോസ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാവേ. വീഡിയോസ് ആണെങ്കിലും കുറേ അടിപൊളി വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അതൊക്കെ ഇനി എപ്പോഴാണോ കിട്ടുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഞാനിവിടെ കുറേ നേരമായിട്ട് അഫിയുടെ ഒരു പാട്ട് പാടഫി എന്ന് കുറേ പറഞ്ഞു നോക്കിയിട്ടാ. പക്ഷെ എന്താ ചെയ്യുക, അഫിക്ക് അടിപൊളിയായിട്ട് പാടാൻ അറിയാട്ടാ. പക്ഷെ അറിയുന്നവൻ്റെ കയ്യിൽ ആയുധം കൊടുക്കില്ല എന്ന് പറഞ്ഞ പോലെ ഒരു കാര്യമില്ല കേട്ടോ. അഫി എവിടെയും പാടില്ല. പക്ഷേ എനിക്കാണെങ്കിൽ ഇങ്ങനെ മൈക്കും ആളുകളെയൊക്കെ പാടുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ടെംപ്റ്റേഷനാട്ടോ. എനിക്ക് പാട്ട് പാടാൻ അറിയില്ല. ആ ഒരു കാര്യം ഞാൻ പക്ഷെ പലപ്പോഴും മറന്നു പോട്ടാ. ഇങ്ങനെ എല്ലാവരും പാടുന്ന കാണുമ്പം എനിക്കും പാടണമെന്ന് ഭയങ്കര ആഗ്രഹത്തിൽ ഞാൻ ഓടി സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടി അഫിനെ വിളിച്ച് സ്റ്റേജിൽ കയറ്റാനുള്ളൊരു ശ്രമം നടത്തി നോക്കി. പക്ഷെ നല്ല അന്തസ്സായിട്ട് പാളിയിട്ടാ. അഫി ജീവനും കൊണ്ട് ഓടി. അങ്ങനെ പഠിച്ച ഡാൻസൊക്കെ പാളിയോണ്ട് തന്നെ ഞങ്ങൾ പിന്നെ വെറുതെ കുറേ സോങ്സൊക്കെ വെച്ച് ഡാൻസ് തുടങ്ങിയതാണ്. ഇതാകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഇല്ലല്ലോ, എന്ത് വേണേലും കളിക്കാമല്ലോ. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് അടിപൊളിയായിട്ട് തുള്ളിച്ചാടി കളിക്കുകയായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അഫീനെ കൈയോടെ പിടിച്ചുകൊണ്ട് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അഫീനെ കൈ വിട്ട് കഴിഞ്ഞാൽ ഓടിപ്പോകുന്നുള്ള അവസ്ഥയാട്ടോ. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ കൊണ്ടുവന്ന് നിർത്തി 2 സ്റ്റെപ്പൊക്കെ കളിപ്പിക്കുന്നുണ്ട്. ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി അടിപൊളി സോങ് വെക്കാമെന്നും പറഞ്ഞ് സോങ് ഒക്കെ മാറ്റി വന്നപ്പം അഫി അവിടെ നിന്ന് സ്ഥലം വിട്ടിട്ടുണ്ടായേ. ഈ ഒരു സെയിം ഡാൻസ് ഞങ്ങളൊരു 8 വർഷം മുന്നേ കളിച്ചിട്ടുണ്ടായിട്ടോ. അതായത് എൻ്റെ കല്യാണത്തിന് കളിച്ചിട്ടുണ്ടായി. അന്നും ഈ പറയുന്ന ഗ്യാങ് ഒക്കെ തന്നെ ആയിരുന്നിട്ടുണ്ടായത്. പക്ഷെ എല്ലാവരും കുഞ്ഞു കുഞ്ഞു കുട്ടികളായിരുന്നു. ഇപ്പം എല്ലാവരും വലുതായിട്ടുണ്ട് കേട്ടോ. പിന്നെ റിച്ചുവും കൂടി വന്നിട്ടുണ്ട്. പരിപാടി നമ്മൾ പറഞ്ഞോളൂ. ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവർക്കും വീട്ടിൽ പോകാം. ഫുഡ് കഴിക്കാൻ പോകണം. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകണം. ലൈറ്റൊക്കെ ഓഫ് ആക്കി ഞങ്ങൾ ഇറങ്ങി പോകാൻ പറയുന്നുണ്ട് ഇവര്. ഡാൻസ് കുട്ടികളെ ഓക്കെ, ഇവിടെ എല്ലാവരും പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആദ്യം അടിച്ച് പുറത്താക്കിയിട്ടുണ്ട്. കുറച്ച് പേര് ഇന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അവസാന പന്തിയിലുള്ള കുറച്ച് ആളുകൾ ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കല്യാണ പെണ്ണിനെ കാണാം. കല്യാണ പെണ്ണ് ഒറ്റയ്ക്ക് ഇരുന്ന് കുത്തിക്കയറ്റാണ്. സെക്കൻഡ് ട്രിപ്പ്, 2ാമത് ട്രിപ്പാണ്. എനിക്ക് ഈ ഒരു തിരക്കിൻ്റെ ഇടയ്ക്ക് നമ്മൾ സ്റ്റേജ് ഡെക്കറേഷൻ ഒന്നും നോക്കാൻ സമയമില്ല കേട്ടാ. ഈ ഒരു പേര് എഴുതിയത് സച്ചു പറഞ്ഞിട്ട് ഞാൻ എടുത്താട്ടാ. ആരെങ്കിലും എൻ്റെ ഇതൊന്ന് എടുക്കുമെന്ന് ചോദിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. Guys, we are going to wind up this ceremony. Hi bride, how was today's experience? ഓരോ ദിവസത്തെ എക്സ്പീരിയൻസ് കാണുമ്പോഴും ക്ഷീണം കൂടി വരികയാണ് കേട്ടോ. ഇനി എൻ്റെ 2 പരിപാടികൾ ബാക്കി. എങ്ങനെ സച്ചു മെയിൻറ്റെയിൻ ചെയ്യും? സച്ചു ഒറ്റയ്ക്ക് കിടന്ന് ഓടി നല്ല ഫോട്ടോ ഒക്കെ കിട്ടിയാൽ മതിയായിരുന്നു. ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മളിലധികം ഫോട്ടോ
ഒന്നും എടുത്തിട്ടില്ല. പക്ഷേ ഇന്ന് ഇവിടെ KGM മീഡിയ ഉണ്ടായിരുന്നു. അവര് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ടാവണം എന്നാണ് വിശ്വാസം അല്ലേ? അടിപൊളിയാണ്, അവരടിപൊളിയാണ്. അപ്പൊ എന്തായാലും നല്ലതായിരിക്കും. ഞങ്ങൾ കല്യാണ പെണ്ണിനെയും കൊണ്ട് പോകുവാട്ടാ. എവിടെ പോണേ? എവിടെ പോണേ പറയ്. കല്യാണം കഴിക്കാൻ പാതിരയ്ക്കാം. ഓഡിറ്റോറിയത്തിൽ എനിക്ക് പെട്ടെന്ന് കല്യാണം കഴിക്കാൻ തോന്നുന്നു. അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കാൻ പോവാണ്. പെട്ടെന്ന് ഓഡിറ്റോറിയം കാണുന്ന ഒരു സൗകര്യമില്ലാണ്ട് ഒരു സൗകര്യമില്ലാണ്ട് കൊണ്ടുവന്നാണ് കേറിക്കോളൂ. നമ്മൾ ഓഡിറ്റോറിയം കാണാൻ വന്നേട്ടാ. ഇനി ഓഡിറ്റോറിയത്തിൽ നേരത്തെ കാണുന്നത് സച്ചുവിന്റെ സങ്കല്പം മാച്ച് ആവുന്നുണ്ടാവും. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വന്നതാണ്. ഇവിടെ പണി നടക്കണേ ഉള്ളൂ കേട്ടോ. കഴിഞ്ഞ ഇവിടെ ഇവര് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നല്ല കേട്ടോ. പരിപാടിയൊന്നും കഴിഞ്ഞിട്ടില്ല. അവര് പകുതി ആയിട്ടേ ഉള്ളൂ. ഈ ഒരു ഓഡിറ്റോറിയം കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്നിട്ടുണ്ടായിട്ടോ. ചുമ്മാ രസത്തിന് വന്നേട്ടാ. നമ്മള് രാത്രി എങ്ങനെയുണ്ട്, അവര് പണിയൊക്കെ കഴിഞ്ഞോന്നും നോക്കാമെന്നും പറഞ്ഞ് അങ്ങനെ വന്നിട്ടുള്ളതാണ്. പിന്നെ സച്ചുവിനാണെങ്കിൽ ഇങ്ങനെ ഓഡിറ്റോറിയം അങ്ങനെ ഉണ്ടാവണം, ഇങ്ങനെ ഉണ്ടാവണം, അങ്ങനെ ഭയങ്കര ആഗ്രഹങ്ങളായിരുന്നു. ഈ ഒരു സ്റ്റേജൊക്കെ അവൾ തന്നെ പറഞ്ഞ് ചെയ്യിച്ചിട്ടുള്ള ആട്ടോ. അപ്പൊ അതൊക്കെ അങ്ങനെ തന്നെ ആയിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാണ്ട് അവൾക്ക് ഇന്ന് രാത്രി ഉറങ്ങാൻ പറ്റില്ലായേ. അങ്ങനെ പാതിരായി. ഞങ്ങളിനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇനിയിപ്പോൾ നാളെ രാവിലെ എണീക്കണം. സച്ചുവിനാണെങ്കിൽ 5 മണിക്ക് എങ്ങാണ്ട് ബ്യൂട്ടി പാർലറിൽ പോകണം കേട്ടോ. ഒന്നിനും നേരമില്ല, ഇനി ഉറങ്ങാൻ പോലുള്ള നേരമില്ല. അപ്പം എന്തായാലും നമുക്ക് നാളെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുകൂടെ പോയി കണ്ടിട്ട് വാട്ടോ. കൂടുതൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അവിടെ കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മൈ ലൈഫ് ട്യൂബ് തന്നെയാട്ടോ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID. സോ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.